ചപ്പാത്തി. അതെ, അതാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. അപ്പൊ അതാ നമ്മള് വാങ്ങിയ ചപ്പാത്തിയോ ഇല്ല വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയോ ഏതും പറ്റുവേ ഉണ്ടോ. അതൊക്കെ നല്ല ഇതിൽ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ഇതിലൊരു പൊട്ടുണ്ട് കേട്ടോ. അത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാവില്ല. അതെ അതെ, പക്ഷെ ടേസ്റ്റ് നോക്കി ചെയ്താ എല്ലാവരും ഓരോ പൊട്ടെടുത്ത്. പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നമ്മളൊരു കടായി വെച്ചു, ഗ്യാസ് കത്തിച്ചിട്ട്. ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. നമ്മള് മറ്റേ കൂട്ടാൻ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ നല്ലെണ്ണ ഒഴിക്കാറില്ല. ഇല്ല ഇല്ല. അപ്പൊ അതിന് തന്നെ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കാം. അപ്പൊ അതാ നമ്മള് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും ചെറുതാക്കി അരിഞ്ഞതാട്ടോ. വെളുത്തൊന്നും ഇല്ലാണ്ട് മുത്തശ്ശിക്ക് വലിയ പിടുത്തം പോലെ. എണ്ണ ചൂടാവാ. വെറും ചപ്പാത്തി മാത്രം കഴിക്കല്ലേ മുത്തശ്ശിക്ക്? അത് പറ്റും. അപ്പൊ അത് മാറ്റി വെക്കണേ. ഒരു പൊട്ട് വെക്കാം. പൊട്ടൊന്നും പോരാ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും അമ്മയത്. മാള് നേരത്തെ തന്നെ ചോദിച്ചൊന്നുമില്ല മാളോ. മാള് ഡാൻസ് കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചിരിക്കുക. നമുക്ക് എല്ലാം ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പാത്രം വെച്ച് ഇതിനെ പറ്റി അറിയണ്ടേ. എന്നാ ചപ്പാത്തിയുടെ കഥയൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഏത് ചപ്പാത്തിയാ അമ്മൂന് ഇഷ്ടായത് അറിയോ? എങ്ങനെ? ഏത് ചപ്പാത്തി? സാധാ ചപ്പാത്തി കുറുമ നമ്മൾ ഉണ്ടാക്കില്ലേ, അതാണോ ഇഷ്ടം? ഈ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഏതാ ടേസ്റ്റ്? അതൊക്കെ ഇതാ ഇഷ്ടായത്. അതെയോ? നല്ലൊരു ചില്ലി ആയോണ്ട് ചില്ലി ചപ്പാത്തി. മുത്തശ്ശിക്ക് ടേസ്റ്റ് നോക്കണമെങ്കിൽ ഇത് വെള്ളുള്ളിയിലുണ്ടാ പറ്റാത്തതേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മുത്തശ്ശി. ട്രൈ ചെയ്താൽ മുത്തശ്ശിക്ക് പറ്റില്ല. അതെ, മസാലപ്പൊടി ഒന്നും ഇഷ്ടമല്ല. ആദ്യം സവാള ഇടാം. സവാള ഈ രീതിയിൽ വേണം കേട്ടോ അരിയാനെ. അപ്പൊ ഇതിന് കൂട്ടാൻ വേറെ വിളമ്പണ്ട അർത്ഥം. കൊത്തു പൊറോട്ട പോലെ ചപ്പാത്തിയാണ്. കൊത്തു ചപ്പാത്തി. ചില്ലി ചപ്പാത്തി. ചില്ലി പറഞ്ഞ അർത്ഥം ചെറുതല്ലേ? മുളക് അങ്ങനെയൊക്കെ പറയില്ലേ. നമുക്ക് തക്കാളി കീരി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ കീരി പൊട്ടും. അപ്പൊ ഈ കൂട്ടാൻ ഏതായാലും വേഗം. മറ്റു നമ്മളെങ്ങനെ അറിയോ? കുക്കറിലെ ഉരുളക്കിഴങ്ങ് ആദ്യം വേവിക്കണം. അപ്പൊ അത് പിന്നെ ചൂടാറണം, പിന്നെ തോല് കളയണം. ഇതിപ്പോ അതൊന്നും വേണ്ട. തൂക്കാൻ നിക്കണ്ടേന്നില്ലാണ് ഞാൻ ഓർമ്മയില്ലാതെ അങ്ങനെ പറഞ്ഞു പോയി. ക്ഷമിക്കൂ. കുക്കറും മുത്തശ്ശിയും നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പൊ കഞ്ഞിയുടെ മല്ലിപ്പൊടി ഇടാം. ഇനി നമുക്ക് ഗരം മസാല ഇടാം. ആദ്യം കുറച്ച് ഗരം മസാല. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടാം. അമ്മ നമുക്ക് കുറച്ച് കളറിന് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടാം. കളറ് കുറവാക്കി തോന്നിയാണ്. മാളു എന്നാ ഫ്രിഡ്ജിൽ നിന്ന് ക്യാപ്സിക്കം എടുത്തു കൊണ്ടു. മാളു ഡാൻസിന്റെ യൂണിഫോം ഇട്ടിട്ട് വന്നതാ. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടാം. കുറച്ച് നല്ലൊരു കളറും കിട്ടും, കാണാനും ഭംഗിയുണ്ടാവും. അതെ. ഇനി നമുക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ചപ്പാത്തിയൊക്കെ മുറിച്ചെടുക്കുക കേട്ടോ. ചെറിയതാക്കിയിട്ട് മുറിക്കുക. നല്ല പുതിയ കത്രികയാണ്, നല്ല മുറിച്ചുണ്ട്. ഏതായാലും കത്രികയുടെ പരിപാടി പിന്നെ ബസ്സിലേക്ക് തന്നെ വയ്ക്കുള്ളൂ. അതെ അതെ, കത്രിക. അമ്മക്ക് പണ്ടര കത്രികയും കൊണ്ട് അത്ര കണ്ട് അറിയില്ല അല്ലേ? തുന്നല് പഠിച്ചിരുന്നു ഞാന്. അന്നൊക്കെ കത്രിക ഉപയോഗിച്ചിരുന്നു. ശരിക്കാണ്ട് കറക്റ്റ് ഡയമണ്ട് ഷേപ്പ് ഒന്നും അറിയില്ല. പിന്നെ ഞാൻ മുറിക്കാം, അത് ശരിയാവില്ല. നമ്മളിതാ ഈ രീതിയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇതിലിട്ട് ഇറക്കി നമുക്ക് സോസ് ഒഴിക്കാം. സോസ് ഒന്നുകൂടെ പറഞ്ഞു. സോസ് ഞാൻ സോസ് മറ്റേ മുത്തശ്ശിയാണ് നിങ്ങൾ പറയില്ലേ സോസിന്റെ ഒക്കെ കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. കുഞ്ഞാതാ കൈ കാണിച്ച് വരാൻ തുടങ്ങി. കൈ കഴുകണം എന്നിട്ട് കഴിക്കാം. കയ്യില് ചെളിയില്ലേ? വരാട്ടോ.
ഇനി ഇത് വയ്ക്കാം, സോയാ സോസ്. കുറച്ച് റെഡ് ചില്ലി സോസും. എരിവുണ്ടാവിച്ചിട്ടാ ഇത് കഴിഞ്ഞു. ഇത് കുറച്ചത് അത് ഫുള്ള് വയ്ക്കുന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കഴിഞ്ഞു. കാപ്സിക്കം കൊണ്ടുവരൂ. ക്യാപ്സിക്കം നോക്കുന്ന അമ്മ വലിയ പാത്രത്തിലാ ക്യാപ്സിക്കം. അത് എരിവുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല അധികം നല്ലത് എരിവേ ഇല്ല. ഇതുകൊണ്ടല്ലേ ബജി ഉണ്ടാക്കുക. അതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കും. ഇപ്പൊ പൂരകാലത്ത് കാണാൻ ഇഷ്ടംപോലെ പല സൈസ് ബജി. അതിങ്ങനെ ഗ്യാസ് ഇല്ലല്ലോ. ഗ്യാസ് ഇല്ലെങ്കിലൊക്കെ അപ്പോഴേക്കൊക്കെ റെഡിയാവും ചിലപ്പോ. എങ്ങനെ ഇനി ആകെ 10 ദിവസം തന്നെ ഇല്ല. 25-ാം തീയതിയാണ് പൂരം തുടങ്ങണേ. മാർച്ച് 25. അപ്പൊ ആരും ഇപ്പൊ പ്രാവശ്യം പൂരകാലത്തൊന്നും കാണാണ്ടാവില്ലേ? അതെ, ഭക്ഷണമായി അല്ലേ? ഗ്യാസിൻ്റെ ചടങ്ങുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കച്ചവടക്കാരൊന്നും ഉണ്ടാവില്ല അധികം. ഇല്ല കേട്ടോ കുഞ്ഞാവ, ഇനി കൈ നീട്ടരുത്. അതന്നെ, അതൊന്നും ഇല്ല. നമ്മളിതാക്കിയിട്ട് തരും. അപ്പൊ അവിടെ പോയിരുന്നോളൂ. എപ്പോഴും ഒരു വാവയാണ് പിന്നാലെ കുഞ്ഞാവയ്ക്ക്. ഇത് നമ്മളുടെ ഡിന്നറാണ് കേട്ടോ. അത് രാത്രി ആവാനായി, സന്ധ്യക്കായി. തേനില് നമുക്ക് ദോശ ഉണ്ടാക്കാം. സിന്ദൂരം ഉം. ചന്ദ്രികക്കെന്തി കൊറേ പാട്ട് പാടിയിട്ട്. കാട്ടാറിനെന്തി പാദസരം കൺമണിക്കെന്തിനാ ഭരണം. നമ്മളെ ക്യാപ്സിക്കം റെഡിയായി. എല്ലാ ക്യാപ്സിക്കം കൂടെ അതിലേക്ക് തട്ടിക്കൊട്ടാം. ആദ്യം ഇവിടെ ഉള്ളത് കൊണ്ട് എടുക്കട്ടെ. വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ലേശം. ഉപ്പ് വേണ്ടി വരും. നമ്മളെ അതിന്റെ ഒക്കെ ഒരു വാസന ഇഷ്ടായി ഇല്ലേ? വാസന വരുന്നില്ല. അപ്പൊ അതല്ലല്ലോ, അതിന്റെ കുത്ത് ഇങ്ങനെ വരും. അതെ അതെ. അപ്പൊ അതാണ് കുറച്ച് ഉപ്പ്. തുടങ്ങി പിന്നെ നോക്കിയിട്ട് ഇടാം. എന്നാ ചപ്പാത്തി ഇട്ടോളൂ. അപ്പൊ നമ്മള് തലേ ദിവസമൊക്കെ കൊറേ ചപ്പാത്തി ഉണ്ടായി എന്ന് വിചാരിക്കുക. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കില്ലേ, അപ്പൊ ചപ്പാത്തി ചിലപ്പോ 2-3 കിലോ പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ചപ്പാത്തി കുറെ ബാക്കി വരും. ചിലവര് വെള്ളപ്പാവും കഴിക്കുക, ചിലവര് നെയ്റോസ്റ്റാവും, ബാക്കി വന്നു കഴിഞ്ഞാൽ അപ്പൊ വ്യത്യാസം എന്താണെന്ന് ചോദിക്കണ്ട. രാവിലത്തെ പലഹാരം ഇതാവും. അതെ, അപ്പൊ എന്താന്ന് വെച്ചാലേ നമ്മള് പിന്നെയും ചപ്പാത്തി കഴിക്കുക പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടാവും. പ്രത്യേക ടേസ്റ്റും വരും. അതെ, നമുക്ക് കുറച്ച് ഗ്യാസ് ഒന്ന് കൂട്ടാം. ഞാനിങ്ങനെ നമുക്ക് എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ കൈയൊന്ന് മാറ്റോ? അല്ല, സ്പൂൺ എടുത്തോ? സ്പൂൺ മാറ്റി പിടിക്കുന്നു. യെസ്. അപ്പോൾ നമ്മളതൊന്നും ചപ്പാത്തി മുറിച്ചത് മാത്രമേ കാണാറുള്ളൂ. നന്നായിട്ട് കൊടുക്കട്ടെ. ഒന്ന് തീ കുറച്ചോളൂ. പിടിക്കണം. ഞാൻ നോക്കണോ പ്രസീത അവിടെ പോയി. അമ്മ ഞാൻ ഇളക്കാട്ടോ. ഇറക്കിക്കോളൂ. എനിക്ക് ഇതും അത്ര പരിചയം പോരാ. കുടിലേ അമ്മക്ക് കൈക്കുള്ള തുണി, കടലാസ് കറക്കി വാങ്ങിച്ചിട്ട് കണ്ടോ കളറുള്ളത്. മാളു നമുക്ക് വേഗം കഴിക്കാട്ടോ. ഇതൊക്കെ എന്താ കട്ടൻ കാപ്പിയോ അത് വെക്കുമല്ലോ? എന്നാ കട്ടൻ കാപ്പി വെക്കാൻ മുത്തശ്ശി അപ്പുറത്ത്. അപ്പുറത്ത് കട്ടൻ കാപ്പി വേണ്ട, വെള്ളം മതി. എന്നാ വെള്ളം മതി. എന്താ വെച്ചാൽ ചൂടിനേ കാപ്പി കഴിയണം കുടിക്കാതിരിക്കുക. വെള്ളം കുടിക്കാനത് അയക്കുക ചപ്പാത്തി കഴിച്ചാൽ. അതിങ്ങനെ ഒരു വിധം ഇങ്ങനെ ആവുകൊണ്ട് നല്ല മയത്തിൽ കിട്ടും. അതെ അതെ, നല്ല സോഫ്റ്റ് ആവും. ശരിയാണ്. മറ്റേതിപ്പോ ചപ്പാത്തി മാത്രം അങ്ങനെയാണ്. മറ്റേത് കൊത്തു പൊറോട്ടയും ഏകദേശം അതേപോലെ തന്നെ. ഇത് കൊത്ത് ചപ്പാത്തി, അതേപോലെ തന്നെ ചില്ലി ചപ്പാത്തി. നമ്മൾ ചില്ലി ചപ്പാത്തി എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ റെഡിയായി. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ടേസ്റ്റാണ്.
ഉള്ളിലുള്ള പ്ലേറ്റായി ഞാൻ വന്നിട്ടുണ്ട്. ഒരിക്കലും വിളമ്പി എന്താവും ഭംഗി. അതെ, നല്ല ഭംഗിയാവും. അപ്പോൾ നമ്മളെ ചില്ലി ചപ്പാത്തി റെഡിയായി. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സ്വാദാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. കുട്ടികൾക്കല്ല, വലിയവർക്ക് നല്ല ഇഷ്ടാവും. ആവി വറക്കുമോ? അതെ, ആവി വറക്കണ ചില്ലി ചപ്പാത്തി. ചില്ലി പൊറോട്ട എന്നാ വരുന്നത് എപ്പോഴേ. എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു രാത്രി. കത്തി മാറ്റുമോളൂ. മാളൂന് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ നല്ല വിശപ്പായില്ലേ? അപ്പൊ അത് കഴിച്ചോളൂ, കൈയൊക്കെ കഴുകി കഴിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും കുറേശ്ശെ എടുക്കാം. അമ്മ ഒരു നന്നാറി അടിക്കണോ? നന്നാറി വേണല്ലേ? എനിക്ക് തോന്നി വേണം. നേരത്തെ മുന്തിരിന്റെ ഇത് കുടിച്ചില്ലേ, ജ്യൂസ് കുടിച്ചില്ല, അതുകൊണ്ട് അത് വേണ്ട, ഇത് കഴിക്കട്ടെ. ഇതിൽ തന്നെ ബാലൻസ് ഉണ്ട്. ഇനി അച്ഛനും എനിക്കും. കുഞ്ഞാ കഴിക്കോ? കുഞ്ഞാ കഴിക്കില്ല, കുഞ്ഞാക്ക് എരിവുണ്ട് കുറച്ച്. അമ്മ ചോറ്റത്ര കഴിക്കണേ? നല്ല സ്വാദുണ്ട്. എത്ര വേണ്ടു? അപ്പൊ ചില്ലി ചപ്പാത്തി റെഡിയായി. ഇപ്പൊ എല്ലാവരും കഴിക്കുക വേണ്ട. ചൂടാറുന്നതിന് മുമ്പ് ചെല്ലട്ടെ. അതെ, ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചോയ ഇല്ലെങ്കിൽ രണ്ട് കട്ടൻ തിന്ന് നോക്കാം. അതെ അതെ അതെ. എന്നുവെച്ചാൽ അധികം വാസന വരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാൻ നോക്കാം. എല്ലാരും ഉണ്ടാക്കി വെക്കൂ. കൂട്ടുകാരൊക്കെ അതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ചെറുതാണ്. ചെറിയ വീഡിയോ ഉള്ളൂ. അതെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.